ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ഈ നാമത്തിലേ മനുഷ്യന് സമാധാനം ഉണ്ടാകുള്ളൂ. കാരണം യേശു എന്ന് പറഞ്ഞ സ്നേഹം, ആ സ്നേഹം എന്നാ സ്നേഹം, തൻ്റെ നെഞ്ചിന് കുത്തിയവനോട് പ്രാർത്ഥിക്കണ കണ്ടില്ലേ, അവൻ ഈ പാവം അവൻ്റെ മേലിരിക്കല്ലേ ദൈവമേ എന്ന്. നമ്മളാണെങ്കിലോ നമ്മളെ അത്രയും ഭൂമിയിൽ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മളിങ്ങനെ ആട്ടും തുപ്പൊക്കെ ഏൽപ്പിക്കുമ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ പറയുമോ, അവനെ എന്തെങ്കിലും അവൻ എന്നോട് കളിക്കുമല്ലേ, അവൻ എന്താ വന്നേന്ന് കണ്ടോന്നല്ലേ പറയുള്ളൂ. ആ അടിച്ചതും ആ എല്ലാ മനുഷ്യരോടും ക്ഷമിക്കാനല്ലേ യേശുമ്പരാൻ പറഞ്ഞേ. ഒന്ന് ഓർത്ത് നോക്കുക, ആ യേശുവിനെ കൊന്ന് എന്തിനു വേണ്ടിയാലും എന്തെങ്കിലും തെറ്റ് ചെയ്തോ എല്ലാ രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ എല്ലാ മനുഷ്യരെയും സൗഖ്യപ്പെടുത്തി ഒരു തെറ്റും ചെയ്തില്ല. ആകെ പറഞ്ഞത് ഞാൻ പിതാവായ ദൈവത്തിൽ നിന്ന് വന്നു, എൻ്റെ വചനം പാലിച്ചാൽ നിങ്ങൾക്കും പിതാവിലെത്താം. അങ്ങനെ ഒരു പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ കീഴ്പ്പെട്ടിരുന്ന ആ യേശപ്പൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ വസിക്കാം. ഇതൊക്കെയല്ലേ ആ പിതാവായ ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞോളൂ. ആ ഒരു തെറ്റിൻ്റെ പേരിൽ എന്തോരം അത്രയും ആട്ടും അടിയും കൊള്ളുക എന്ന് പറഞ്ഞൊന്ന് ഓർത്തു നോക്കി. ഒരു കൊലപാതകീനെ പോലെ രണ്ട് കള്ളന്മാരുടെ നടുക്ക് ക്രൂശിക്കുക, എന്നിട്ടും പറഞ്ഞത് അവരോട് ക്ഷമിക്കണേ എന്നല്ലേ. അപ്പോൾ അതുപോലെയുള്ളൊരു സ്നേഹം നമുക്കിടെ മനസ്സിലും ഉണ്ടാകട്ടെ. നമുക്ക് മറ്റുള്ളവരോട് ഇതൊന്നും സ്നേഹത്തിൽ അതെല്ലാം മാറിപ്പോക്കോളും. അപ്പം നമ്മുടെ ആ സ്നേഹത്തിൻ്റെ പ്രവാഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകട്ടെ. അപ്പോൾ ഇന്ന് അത് തന്നെയാട്ടോ വായിക്കണത്. യോഹന്നാൻ 14:27 പറയുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പം യേശുപ്പൻ തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലുള്ള സമാധാനം. അത് ലോകത്തോടുള്ള സമാധാനം അല്ലെന്ന്, ലോകപ്രകാരമുള്ള എങ്ങനെ കാണുന്ന സമാധാനം അല്ല. എൻ്റെ സമാധാനം ദൈവത്തിന് യേശു ആസ്വദിച്ച സമാധാനം, ആ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിച്ച യേശു ആസ്വദിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. അത് ലോകം തരുന്ന പോലെയല്ല. ലോകത്തിൽ സമാധാനം ഉണ്ട്, ആ സമാധാനം അല്ല. അപ്പം നമ്മളിപ്പോൾ അത് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. യേശുമ്പരാൻ്റെ നിങ്ങളുടെ ഹൃദയം കലങ്ങിയരുത്, ഭ്രമിക്കരുത്. ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഒന്നും ഇപ്പം യേശുവിനെ ക്രൂശി, അപ്പം യേശുവിന് ശക്തിയില്ലേ, എന്നിട്ട് ആൾക്കാരെ ഓർക്കൂല. ഇത്രയും അത്ഭുതം കാണിച്ചവൻ സ്വന്തം രക്ഷപ്പെടാത്ത എന്താ, അവൻ ക്രൂശി കിടന്ന് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കള്ളദൈവം ഇങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. എന്തുകൊണ്ട് അവൻ ക്രൂശി ഇങ്ങനെ അടി കൊള്ളാണ്ടൊക്കെ ഉയർത്തെഴുന്നേക്കാൻ പാടാർന്നോ? ഉയർത്തെഴുന്നേറ്റിട്ട് അങ്ങനെയല്ല. വചനം പാലിക്കുന്നവർക്കും ആ ക്രമോചിതമായിട്ട് മാത്രമാണ് നമുക്ക് പിതാവായ ദൈവത്തിയിട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ യേശു ഉയർത്തെഴുന്നേക്കണം, അന്നേരം കണ്ട മനുഷ്യർ ചിലപ്പോൾ യേശുവിനെ വിശ്വസിച്ച് ഇങ്ങനെ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല വേണ്ടേ. നമ്മൾ മാനസാന്തരത്തിൽ കൂടി യേശുവിൻ്റെ സ്വഭാവത്തിൽ കൂടി ലോകത്തിൽ ജീവിച്ചിട്ട് നമ്മൾ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി നിത്യജീവൻ്റെ ഉടമയാകാനാണ് യേശുമ്പരാൻ ആഗ്രഹിക്കണം. നമുക്കതെല്ലാം സാധിക്കട്ടെ. നമുക്ക് ഇച്ചിരി ആത്മീയ വളർച്ച വേണ്ട, ഇച്ചിരി പോരട്ടോ. അത് ഒത്തിരി വേണം, മുട്ടോളം പോരാ, അരയോളം പോരാ. ഈ മുട്ടോളം ആയാലും അരയോളം ആയാലും നമ്മൾ ആ ബലത്തിലിരിക്കും. ഞാൻ എന്നുള്ള ബലത്തിലേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കതിൽ നീന്തി തുടിക്കണം. നമ്മുടെ കൺട്രോളിങ് പൂർണ്ണമായിട്ടും പോയിട്ട് ആ യേശു കർത്താവായിട്ട് നമ്മളെ ഭരിക്കണം. ആ പൂർണ്ണ നിയന്ത്രണത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ നമുക്ക് ഈ നമ്മളിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ പെരുമഴ പുറത്തേട്ട് ഒഴുകും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നത് നമുക്ക് ഇങ്ങനെ സ്വത്തുണ്ടാക്കാനും നമുക്ക് ഓരോന്നൊക്കെ നമ്മുടെ സിംഗിൾ ആവശ്യത്തിനല്ല. നമ്മൾ യേശുമ്പരാൻ പറഞ്ഞത് കേട്ടാൽ മതി. പുറകെ സർവ്വ നന്മയും പിമ്പടെ, അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകല നന്മയും പിമ്പടാം. അപ്പോൾ ആ നന്മകളെല്ലാം നമുക്കുണ്ടാകട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ മേക്കപ്പ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് കല്യാണം ഒരുക്കി ബിന്ദുവിൻ്റെ മോളും ഒരുങ്ങാൻ വന്നതാണ്. അപ്പോൾ ചെറിയ ഹൗസ് വാമിങ്ങിൻ്റെ അതും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ പരിപാടിയായിരുന്നു. പക്ഷെ ബിന്ദു വൈറ്റ് ഇടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ വൈറ്റ് എന്നെ ഈ വൈറ്റ് വല്ല ഭംഗിയും വരുമെന്ന് ഓർത്തു. ഭയങ്കര രസമായിരുന്നു. ആൾക്കാരപ്പടി വീടിനേക്കാളും കൂടുതൽ ബിന്ദുവിനെ നോക്കിയെന്നുള്ളതാണ് കേട്ടോ. മോളും അതീവ സുന്ദരിയായിട്ട് മൊത്തം അവർ വെള്ളയിൽ, വെള്ളയ്ക്ക് ഇത്രയും സൗന്ദര്യം, അതാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്. നിങ്ങൾക്കത് എന്തെങ്കിലും പ്രയോജനപ്പെടുമായിരിക്കും. ഞാൻ അതിടാം. അപ്പം നിങ്ങളും ഒരുങ്ങാനൊക്കെ വാ. എല്ലാ എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട്, നമുക്ക് സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ഉണ്ട്, എല്ലാ മേക്കപ്പ് ഉണ്ട്, വാട്ടർ പ്രൂഫ് മേക്കപ്പാണ് എല്ലാം. അപ്പോൾ ഒരുങ്ങാൻ വേണം. പിന്നെ മുടി കരാട്ടിൻ ചെയ്യാൻ ഒക്കെ വാ. മുടി കരാട്ടിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ കവറിങ് ആണ്. അപ്പോൾ ഞാനിതൊക്കെ കളർ ചെയ്തേക്കണം. ഇങ്ങനെ കളറിയൊക്കെ ചെയ്യാൻ വാ. അങ്ങനെ ഇച്ചിരി മുടിയൊക്കെ എടുത്ത് കളറൊക്കെ ചെയ്താൽ ഒരു രസമല്ലേ. ചുമ്മാ
കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് നീളമൊക്കെ വെട്ടിപ്പോകുമ്പോൾ ഇതങ്ങ് വെട്ടിപ്പോയിക്കോളും. കഴിഞ്ഞ തവണ ഞാൻ കളർ ചെയ്തെല്ലാം മുടിക്ക് കളർ ചെയ്യണത് കൊള്ളൂല, ഒരു പരിപരുന്നൊക്കെ വരും, അതിൻ്റെ ടെസ്റ്റൊക്കെ കൊള്ളൂല. പക്ഷെ അത് കഴിഞ്ഞിട്ട് കരാട്ടിൻ ചെയ്യുമ്പോൾ ഇതങ്ങ് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഒന്ന് കളറൊക്കെ ചെയ്ത് ചുമ്മാ ഒരു രസം, നമുക്കിങ്ങനെയൊക്കെ എല്ലാവരും ന്യൂജൻ പിള്ളേർ ഇങ്ങനെ ചെറുക്കണല്ലേ, നമുക്കുടെ പ്രായത്തിൽ എന്തിനിങ്ങനെ അങ്ങനെയൊന്നും ഓർക്കണ്ടതേ. നമുക്ക് അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെത്താൻ പറ്റും. നമുക്ക് ഇപ്പോഴല്ലേ അവസരം വന്നത്. നമ്മളെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ചെത്തണ പോലെ നമുക്ക് എല്ലാം പറ്റും. അവർക്കൊക്കെ ജോലിയുണ്ട്, ഇതുണ്ട്. നമുക്കിപ്പോഴല്ലേ ഒരു പിള്ളേരൊക്കെ വലുതായി, ഇപ്പോഴല്ലേ ഒന്ന് റിലാക്സ് ചെയ്യണേ. അപ്പോൾ നമുക്കിങ്ങനെ കളറൊക്കെ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരികളാകാം, മുടിയൊക്കെ കരാട്ടിൻ ചെയ്ത്. അപ്പോൾ എല്ലാവരും നമ്മുടെ രേവതി ബ്യൂട്ടി പാർലറിലേക്ക് വാ. അപ്പോൾ മുടി ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനും, ഫേഷ്യലേ ലക്ഷറി ഫേഷ്യൽ സെർനൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിങ്ങനെ ബോംബെയിൽ നിന്ന് നേരിട്ടാണ് കമ്പനിയിൽ നിന്നാണ് വന്നെ, ഇവിടെ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ ഒരു വലിയ ഓർഡർ കൊടുക്കണം. ഞാൻ മടി പിടിച്ചിരിക്കുമായിരുന്നു, കുറേ ദിവസം സെർനൈറ്റിലായിരുന്നു. എൻ്റെ കൂട്ടുകാരി അനിതാപ്പിക്ക് അത് തന്നെ ചെയ്താലേ ഭംഗി. അത് എന്തൊരു ചേഞ്ചാണ് വരുത്തണമെന്ന് അറിയാമോ. എനിക്ക് എപ്പോഴും ഈ വീഡിയോ പഠിത്തത്തിൻ്റെ തിരക്കാണ്, എനിക്ക് ഇനി ഒന്ന് കയറി അത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വാ, സെർനൈറ്റിൻ്റെ ലക്ഷറി ഫേഷ്യലുണ്ട്, അതിൻ്റെ ക്ലീനപ്പ് ഉണ്ട്, അതിനൊന്നും വലിയ ചാർജില്ല. അത് ഭയങ്കര രസമാണ് കേട്ടോ. സിറം കൊണ്ട് മാത്രം ആ ഫേഷ്യൽ, സിറം മാത്രം യൂസ് ചെയ്ത് നല്ല മാസ്കും, ഗോൾഡൻ മാസ്കും, ഗോൾഡാന്നൊക്കെയാണ് പറയണത്, ഗോൾഡിൻ്റെ പൊടിയൊക്കെയാണ്, ദൈവത്തിനറിയാം. ഗോൾഡിന് ഇവിടെ പരിധിക്കുമ്പോൾ പൊടിയൊക്കെ ചേർക്കണ്ടോ തട്ടുകൂടാ, എന്നാലും നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ രേവതി ബ്യൂട്ടി പാർലറിൽ വന്ന് എല്ലാ മുടി ഞാൻ വെട്ടിത്തരാട്ടോ. ഇനി കുറേ നാളെ ഞാൻ മുടി വെട്ടലിൽ നിന്ന് മാറിയാറ്. ഞാനൊരു ദിവസം എത്ര രൂപയുടെ മുടി വെട്ടിക്കൊണ്ടുവന്നാൽ എല്ലാവർക്കും ഞാൻ മുടി വെട്ടണം. ഇപ്പോൾ കുഞ്ഞൂന് ഞാൻ മുടി വെട്ടിയേ തീരുള്ളൂ, വേറെ എവിടെ പോയി മുടി വെട്ടിയാലും ഒക്കെ മതിയാണില്ല. അപ്പം ഞാൻ വെട്ടിയാൽ മതി. അപ്പം ഞാൻ മുടി വെട്ടി തരാട്ടെ. എൻ്റെ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് പിള്ളേർ. അപ്പം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ മൊബൈൽ നമ്പർ 9447575564. അപ്പം ഞാൻ മുടി വെട്ടി തരാം കേട്ടോ. ഇപ്പം എനിക്കത് വെട്ടാണ്ടിരുന്നിട്ട് വലിയ വിഷമം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹെയർ കട്ടിങ്. ആ വെട്ടിങ്ങനെ കുടം കുത്തിയൊക്കെ ഇങ്ങനെ ചാർണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ കടയായിട്ട് വാ. ബിന്ദുവിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. മോള് ഒണിഞ്ഞൊരുങ്ങാൻ വന്നിരിക്കുന്നതാണ്. ബിന്ദു ഓർഗൻസയിലെ കൊച്ചും വൈറ്റ്, രണ്ടുപേരും വൈറ്റ്. അടിപൊളിയല്ലേ, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. ഫങ്ഷനൊക്കെ ഈ കളറ് വൈറ്റ് വന്നപ്പോൾ എന്ത് ഭംഗിയാലേ. യേശുഭസ്തോത്രം. അപ്പം നിങ്ങൾ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ ഓർക്കുക. യേശുവിൻ്റെ കൃപയാൽ ഏറ്റവും മനോഹരമായിട്ട് ഫങ്ഷൻ നടക്കണം. അതല്ല, വീട് പണിയുമ്പോൾ ദൈവം പണിത വീടാണ്. ഏറ്റവും മനോഹരമായ ഒരു ജീവിതം കിട്ടാനൊക്കെ പ്രാർത്ഥനയിൽ ഓർത്തേക്കുക. അപ്പോൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ വരിക. ലൈറ്റ് മേക്കപ്പൊക്കെ ചെയ്തേക്കണം. മേക്കപ്പ് ഇല്ല, ഞാൻ അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി എന്നാ. ഈ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പം ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്ത്, എന്നിട്ട് മുടിയൊക്കെ വൃത്തിയായി പൊട്ടയായി. ഞങ്ങൾ പല പല കരാട്ടിൻ ചെയ്തുകൊണ്ടിരുന്ന. നിങ്ങൾ നോക്കുക, കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങളെ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന, കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത്, അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേ എന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഇപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വെക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ പരസ്യത്തിന് വരണ പോലെയാവും ഈ പൊടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്റെ മുഖം നിങ്ങൾ കണ്ടോണ്ടിരുന്നാ മതി, അല്ലാണ്ട് എന്താ ചെയ്യണ്ട. അപ്പൊ ശരി എന്നാ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ മുടി കണ്ടോ. ഇപ്പൊ ആ മുടി അവിടെ നോക്കിക്കേ. ആ തൊട്ടാലിങ്ങനെ അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷേ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ. അപ്പം ഇനി 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ അടിക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു
6 മാസം കൂടുമ്പോൾ എൻ്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പരസ്യത്തിൽ പണ്ട് പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ, തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ. നമ്മളെ എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോൾ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും. അടിപൊളി ഇതായിക്കോളും, സംഭവം ആയിക്കോളും. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞേ. വലിയൊരു ബിസിനസ് വുമൻ്റെയാണ് ചെയ്തത്, പക്ഷെ ആരാന്ന് പറയണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ കണ്ടോ, അതീവ മനോഹരമായിട്ട് സൂപ്പർ സംഭവം. ശരി, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ് നാത്തൂൻസും കൂടെ വന്നിട്ട് 2 +2 പിള്ളേരാന്ന് ഓർത്തുപോലെ പഠിക്കാൻ പുറത്തോട്ട് പോകാന്ന് ഓർത്തോണ്ട് ഇങ്ങനെ 2 പേരും പറയുക കേട്ടോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് ബോധക്കേടായിരിക്കും. അപ്പോൾ ഈ മുടിക്ക് മറ്റേ മുടിയുടെ അത്രയും പൊട്ടലില്ല, എന്നാലും പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ പൊട്ടൽ നല്ല ഫിനിഷിങ്ങിൽ ഗ്ലോ ആയിട്ട് മുടി കരാട്ടാണ് ചെയ്യാൻ പോണ കിടക്കും. പക്ഷെ അത് കണ്ടിട്ട് തൃപ്തിപ്പെടാണ്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നെങ്കിൽ ഉള്ളിൽ കൂടെ ഫുഡ് ചെയ്യണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യട്ടോ. നമ്മൾ മൾട്ടി കുറച്ച് സിങ്കോവൈറ്റ് ഒക്കെ മേടിച്ച് എവിടെയെങ്കിലും തിരിക്കും, ഫുഡ് കഴിക്കുന്നിടത്ത് വെച്ച് കാണാൻ പാടില്ല. ബയോട്ടിൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചാൽ ഞാൻ എല്ലാവരും ഓർപ്പിക്കാൻ വെച്ചേക്കും. അവരും മറന്നുപോകും എനിക്ക് വിറ്റാമിൻ ഡി തരാൻ. ഞാൻ മറന്നുപോയി, എല്ലാം വേസ്റ്റായി പോകാം. അപ്പോൾ മുട്ട മുടി വളർച്ചയുടെ ഒരു വലിയ സംഭവം കേട്ടോ. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, എനിക്ക് മുട്ടപ്രാന്താണ്. പക്ഷെ വണ്ണവും വെക്കും എനിക്ക് മുട്ട കിട്ടാൻ, അതാണ് ഏറ്റവും കുഴപ്പം. അതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടിയൊക്കെ അതേ സൂപ്പറാക്കി. ഈ മോക്കടെ ഓൾറെഡി സ്ട്രെയിറ്റ് ആണ്, പൊട്ടലും ഡ്രൈനസും ചീറ്റിലൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, എൻ്റെ അടുത്ത് വരുമ്പോൾ മുടിക്ക് പൊട്ടലാന്ന് പറയുന്നത്. പൊട്ടലുള്ളത് പറയണ്ടേ, അടിപൊളി മുടിയെന്നല്ല. നമുക്ക് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് മുടി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ. നല്ല ഗ്ലോയിൽ നല്ല സിൽക്കി ആയിട്ട് ഹെയർ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യണേ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കവർ ചെയ്തു. ഹെയർ കരാട്ടിൻ, നാനോഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോടാൻസ് ചെയ്തേക്കണേ. ഈ മുടിന് ഇങ്ങനെ കിടന്നോളും. ഇതേ പരസ്യത്തി കിടക്കണ പോലെ കിടക്കണുണ്ടത് സൂപ്പറായിട്ട് എന്ത് ഭംഗിയില്ല. ഇതിന് ആഫ്റ്റർ കെയർ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗുണം കിട്ടില്ല. കാരണം സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ, സൂപ്പർ ഷാമ്പൂ ഒക്കെയാണ് നമ്മൾ തന്നെ. പിന്നെ അത് എല്ലാം യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് ഈ 1 വർഷം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് പഠിച്ചാൽ പിന്നെ ഇതിൽ നിന്ന് ആരും മാറുന്നില്ല, കണ്ടിന്യൂസ് ആകും. അത് നമുക്കിങ്ങനെ എണ്ണയൊന്നും തേക്കണ്ട. എണ്ണയ്ക്ക് ശരിക്കും കേരളത്തിൽ മാത്രമേ എണ്ണ തേക്കണുള്ളൂ. ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ്. നാച്ചുറൽ കെയറും കീപ്പ് ചെയ്യേണ്ട അങ്ങനെയൊക്കെയാണ്. ആരും എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ചാൽ പിറ്റേ ദിവസം ആൾക്കാരുടെ കഴിക്കാനൊന്നുമില്ല. പണ്ട് അങ്ങനെയല്ലേ, എണ്ണ തേച്ചാൽ താളി തേക്കണം. അപ്പം അങ്ങനെയൊക്കെ ആർക്കും പറ്റുന്നില്ലോ. അപ്പോൾ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പം നാത്തൂനോടെ മുടിയായിരുന്നു. ഒരു നാത്തൂൻ മുഖം കാണിച്ചില്ല. ഞാനവിടുത്തെ ഫ്രണ്ട്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ 2 കൂടി ചെയ്യാൻ വന്നാന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യാനുള്ളവർ പെട്ടെന്ന് പോലെ അടിച്ച് പൊളിച്ച് മുടി ഇങ്ങനെ കിടന്നാൽ തന്നെ മേക്ക് ഓവർ ഒത്തിരി ആയി. ഒരു ലിപ്സ്റ്റിക്ക് ഇവിടെ കണ്ണെന്ന് എഴുതി ഓക്കെ, മേക്കപ്പിന് കാര്യം തീർന്നു. അപ്പോൾ ഇതെപ്പോഴും ഹെൽത്താട്ടോ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം ഏറ്റവും നമ്മൾ അതെപ്പോഴും ഓർക്കണം. അപ്പം ശരിയെന്നാ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഈ മുടി നല്ല മുടിയൊക്കെ ആട്ടോ. പിന്നെ കൊച്ചല്ലേ, മധുര 17 അപ്പോൾ തിളയ്ക്കുന്ന പ്രായമല്ലേ, രക്തം തിളയ്ക്കണേ. ഈ പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കും ഞങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഇന്ന് മുടിയില്ലാത്തവരില്ല, ഉള്ളിൽ നിന്ന് ചുമ്മാ അരിവാളിനെ കത്രിക പോലും ഓരോരുത്തരെ വീട്ടിക്കാണും, അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അത്രയും ഇപ്പം ഇങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഈ മുടി പക്ഷെ ഡ്രൈ ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. മെയിൻ D3 പണ്ടൊക്കെ വെയിലും ഉണ്ടാണ്ട കളിയൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കളിക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പോരായ്മ, ഇങ്ങനെ ആരോഗ്യ പോരായ്മയാണ്. ചക്ക, മാങ്ങാപ്പഴം, ഹീമോഗ്ലോബിൻ അതൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ
ഇത് കരാട്ടിനാണ് ചെയ്യാൻ പോണേ. അത് കരാട്ടിൻ നാനോ പ്ലാസ്റ്റിയ ആണ് പണ്ട് ചെയ്തോന്ന്. അതിൻ്റെ അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ. ഏറ്റവും അപ്ഡേഷൻ ആട്ടോ. നമ്മളെ പണ്ടൊക്കെ ഏറ്റവും അത് ചെയ്തതിൻ്റെ പേര് കൊണ്ടു. അത് ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് ബോട്ടോസ് ആണ്, പിന്നെ നാനോ പ്ലാസ്റ്റിയ ആയി, പിന്നെ ഇത്. അപ്പോൾ ഇതിൽ ഇനി അടുത്തത് ഇതിൻ്റെ വലിയത് വന്നാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതിൻ്റെ അതിമനോഹരമാകുന്ന കാഴ്ച, പരസ്യത്തിന് വെല്ലുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. കൊച്ചെ ഒന്നാതെ പഠിക്കാൻ പോവുക. അപ്പോൾ കൊച്ചിന് അത് കെയറിങ് ഒത്തിരി അനുഗ്രഹമായിരിക്കും. പിന്നെ മുടിയും ചീപ്പറക്കൊന്നും നടക്കണ്ട. അതൊരു വലിയ അനുഗ്രഹമാട്ടോ. ഇത് ചെയ്തിട്ട് പിന്നെ ചെയ്യാണ്ടേ പറ്റൂല. നമുക്കിങ്ങനെ ഒരു ഇതിലൊക്കെ ഭയങ്കര ലുക്കും വരും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മിററിലൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക്. 70% നമ്മുടെ മേക്കപ്പ് കറക്റ്റ് ആവും. പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇട്ടൊന്ന് കണ്ണു എഴുതിയാൽ മേക്കപ്പ്. ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ, ഫൗണ്ടേഷൻ പോലും ഇടാറില്ല. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണ പോലെ ആവുന്നു. അടിപൊളിയായില്ലേ? കണ്ടാൽ നാച്ചുറലായിട്ട് തന്നെയല്ലേ തോന്നണേ? ഭയങ്കര സോഫ്റ്റായി. ഇപ്പോൾ ഫ്രഷ്നെസ് ഇല്ല, ഇങ്ങനെ ഒഴുകി കിടക്കണം. അടിപൊളിയായിട്ടില്ലേ? നോക്കി ഇങ്ങനെ പരസ്യത്തിൽ കിടക്കണം പോലെ നിങ്ങളുടെ മുടിയാവും കേട്ടോ. അപ്പോൾ വന്ന് ഇത് കരാട്ടിന ചെയ്തേക്കണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ്. കരാട്ടിനാണ് നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിടന്നോളും. അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഏത് ചെയ്താലും തലേന്ന് കിളുത്ത് വരുന്നത് നോർമലായി വരുള്ളൂ. അതൊരു 5-8 മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ വരെ നോർമൽ വരും. പിന്നെ ഈ മോളൊക്കെ പുറത്തോട്ട് പോയി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കരാട്ടിൻ ചെയ്താൽ മതി. അതുവരെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് മുടി സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ. പിന്നെ കരാട്ടിനാകുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നൂല തലേന്ന് കിളുത്ത് വരുന്നത്. ഇതുകൂടെ മറ്റേ സ്മൂത്തനിങ്ങിനേക്കാൾ ഇച്ചിരി ഡിഫറൻസ് വ്യത്യാസം വരും. പക്ഷെ വ്യത്യാസം എപ്പോഴും വരും കേട്ടോ. പൊട്ടിയ മുടിയൊക്കെ നമ്മുടെ നാച്ചുറൽ മുടി ഇങ്ങനെ നമ്മൾ ഫുഡും വിറ്റാമിൻ ഗുളികകളും ഒക്കെ കഴിച്ചാൽ പൊട്ടൽ കുറയുകയും ചെയ്യും. D3 എടുക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞത്. കേൾക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ മുടി ചെയ്യാൻ പോലെ. അപ്പോൾ അതീവ മനോഹരമായിട്ട് മുടി ഇങ്ങനെ കിട്ടിക്കോളും. കൊച്ചിന് മുടി ഭയങ്കര നീളത്തിലുണ്ടാകുന്ന കൊച്ചിന് ഡൊണേറ്റ് ചെയ്തതാണ്. നല്ല മനസ്സുള്ള കൊച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ നീളമൊക്കെ ഇത് മതി. എന്തിനാ ഇങ്ങനെ കെട്ടാം, സൗകര്യമുണ്ട്. ഒത്തിരി നീട്ടണേക്കാളും നല്ലത് ഉള്ള മുടി നല്ല ഗ്ലാമറിൽ ഇങ്ങനെ ആണെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മാസം ക്രിസ്മസ് ഓഫർ എല്ലാത്തിനും നമുക്ക് 25% ഉണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് 15% ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഓഫറും കിട്ടും. എല്ലാം ഒന്ന് സുന്ദരി ആവുകയും ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ പെട്ടെന്ന് പോരെ.